കൃപ നൽകി എന്നെ വീണ്ടെടുക്കൂ സ്വർഗഭവനത്തിലെത്തും വരെ. ചിലരെയൊക്കെ കൂടെ കൊണ്ട് നടന്നാൽ അടി ഏത് വഴിക്ക് വരുന്നെന്ന് പറയാൻ പറ്റില്ല. യേശുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ദ ഗോസ്പൽ അതാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെയും കൊണ്ട് നടന്നു പോവുകയാണ്. ഗോതമ്പ് വയലിലെത്തുമ്പോൾ അവർക്കൊരാഗ്രഹം, കുറച്ച് ഗോതമ്പ് എടുത്തങ്ങ് തിന്നാലോ. അവർക്ക് വിശന്നപ്പോൾ അവരങ്ങോട്ട് തിന്നു. പക്ഷെ ഇത് കണ്ടുകൊണ്ടുന്നത് പരിസയരാണ്. അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അവരൊന്ന് ചോദിച്ചു, ഈ സാബത്ത് ദിവസം എന്തുകൊണ്ടാണ് ഗോതമ്പ് ഭക്ഷിച്ചത്? നിയമം അനുസരിച്ച് അത് വലിയ പാപമാണ്. ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചു തുടങ്ങി. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി. കാരണം നിയമങ്ങൾ തെറ്റിച്ചത് കൂടെയുള്ളവരാണ്. യേശുവിന് മുമ്പിൽ ആരോപണങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ഉടനെ പറഞ്ഞു, നിങ്ങൾ പണ്ടൊരു സംഭവം കേട്ടിട്ടില്ലേ, ഈ ദാവീദ് അനുജന്മാരും എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ എന്നോ ഉള്ളൊരു സംഭവമൊക്കെ കോട്ട് ചെയ്തു. അപ്പോൾ അന്ന് ദാവീദിനും അനുചരന്മാർക്കും അത് ചെയ്യാമെങ്കിൽ ഇന്ന് ഞങ്ങൾക്കും ചെയ്യാം. അങ്ങനെ യേശു രക്ഷപ്പെട്ടു. പക്ഷേ യേശുവിനറിയാം ചെയ്ത് തെറ്റാണ്. പ്രിയമുള്ളവരെ, അതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. യേശുവിൻ്റെ കൂടെയുള്ളൊരു നിയമത്തെ തെറ്റിച്ചു. അപ്പോൾ ചോദിക്കാൻ ആൾ വന്നു. പക്ഷേ യേശു എന്ത് ചെയ്തു? പഴയ നിയമത്തിൽ ഏതൊക്കെയോ സംഭവം കോട്ട് ചെയ്ത് അവരെ അങ്ങ് രക്ഷപ്പെടുത്തി. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. കൂടെ നിൽക്കുന്നവനെ ഒറ്റിക്കൊടുക്കില്ല, കൂടെ നിൽക്കുന്നവനെ തള്ളിപ്പറയില്ല. അവൻ ചെയ്യുന്ന തെറ്റാണെങ്കിലും ആ തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു യേശു, ഒരു ദൈവം നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്ത കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മളൊക്കെ മനുഷ്യരാണ്. ചിലപ്പോൾ നല്ല ഇൻറ്റൻഷനോടെ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവും. ചിലപ്പോൾ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മോശമായി വ്യാഖ്യാനിക്കപ്പെടും. പക്ഷെ മനുഷ്യർ കാണുന്നത് ആ തെറ്റിപ്പോയ കാര്യങ്ങളായിരിക്കും, മോശമായി പോയ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ലല്ലോ. നമ്മൾ ചെയ്ത് തെറ്റാണെങ്കിലും നമ്മുടെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ശ്രദ്ധിച്ചില്ലേ, ശിഷ്യന്മാരാണ് പറിച്ചു തിന്നത്. അവർ ഒരു മറുപടിയും പറയേണ്ടി വന്നില്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ദൈവം മുമ്പിലുണ്ടായിരുന്നു. അതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും. ചില തെറ്റുകളൊക്കെ ജീവിതത്തിൽ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരാളുണ്ട്. പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? ധൈര്യമായിട്ട് ഇൻറ്റൻഷൻ പ്യുവർ ആക്കുക. കുമ്പസാരത്തെക്കുറിച്ച് തിയോളജിയിൽ പഠിച്ച അവസരത്തിൽ കുമ്പസാരത്തെക്കുറിച്ച് പഠിപ്പിച്ച അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതൊരു പാവവും അളക്കപ്പെടുന്നത് ഇൻറ്റൻഷനെ വെച്ചിട്ടാണ്. ഒരാളുടെ ഇൻറ്റൻഷൻ പ്യുവറാണെങ്കിൽ പിന്നീട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ശരിയല്ലേ? ഒരാളുടെ ഇൻറ്റൻഷൻ പ്യുവറാണെങ്കിൽ അയാൾക്ക് വേണ്ടി ദൈവം മുമ്പിലുണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നേശു ദൈവമെന്നാശ്രയമേ, എൻ കാവലും നീ മാത്രമേ. എന്നേശു ദൈവമെന്നാശ്രയമേ, എൻ കാവലും നീ മാത്രമേ. നിൻ ചരണങ്ങൾ നോക്കി നോക്കി മുന്നോട്ടോടും അന്ത്യം വരെ. നിൻ ചരണങ്ങൾ നോക്കി നോക്കി മുന്നോട്ടോടും അന്ത്യം വരെ. എന്നേശു ദൈവമെന്നാശ്രയമേ, എൻ കാവലും നീ മാത്രമേ. ലോകപാപഭാരം പേറി ശാപമൃത്യു നീ വരിച്ചു. ലോക നന്മയ്ക്കായി ജീവൻ നൽകി. നിൻ കൃപകൾ എന്താശ്ചര്യമേ. ഈ ദിനമൊക്കെയും അങ്ങേ ആരാധിപ്പാൻ വൻ കൃപ നൽകണമേ. ഈ ദിനമൊക്കെയും അങ്ങേ ആരാധിപ്പാൻ വൻ കൃപ നൽകണമേ. എന്നേശു ദൈവമെന്നാശ്രയമേ, എൻ കാവലും നീ
മാത്രമേ. ഈ ലോകമെതിരായി നിന്നിടുന്നേ, അപമാനിതനായി ഞാൻ നിന്നിടുമ്പോൾ, പ്രതിസന്ധികൾ ജീവിതയേറിടുമ്പോൾ, അപ്പാ നിൻ മാർവിൽ ഞാൻ ചാരിടുന്നേ. കൃപ നൽകി എന്നെ വീണ്ടെടുക്കൂ, സ്വർഗഭവനത്തിലെത്തും വരെ. കൃപ നൽകി എന്നെ വീണ്ടെടുക്കൂ, സ്വർഗഭവനത്തിൽ എത്തും വരെ. എന്നേശു ദൈവമെന്നാശ്രയമേ, എൻ കാവലും നീ മാത്രമേ. എത്തിടാറായി തിരുസഭയെ അങ്ങു ചേർത്തിടുവാൻ, നാളുകൾ ഇനിയേറെയില്ല, തൻ വരവു സമീപമായി പ്രിയരെ. പ്രാണപ്രിയ വേഗം വന്നിടണേ, അങ്ങെ കാണുവാൻ ആശിക്കുന്നേ. പ്രാണപ്രിയ വേഗം വന്നിടണേ, അങ്ങെ കാണുവാൻ ആശിക്കുന്നേ. എന്നേശു ദൈവമെന്നാശ്രയമേ, എൻ കാവലും നീ മാത്രമേ. എന്നേശു ദൈവമെന്നാശ്രയമേ, എൻ കാവലും നീ മാത്രമേ. നിൻ ചരണങ്ങൾ നോക്കി നോക്കി മുന്നോട്ടോടും അന്ത്യം വരെ. നിൻ ചരണങ്ങൾ നോക്കി നോക്കി മുന്നോട്ടോടും അന്ത്യം വരെ. എന്നേശു ദൈവമെന്നാശ്രയമേ, എൻ കാവലും നീ മാത്രമേ.